അടുത്തിടെ ഉത്തർപ്രദേശിലെ ഹത്രാസിലുണ്ടായ ഒരു ദാരുണമായ തിക്കിലും തിരക്കിലും പെട്ട് 100-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്ത നാം കണ്ടു. ഓരോ തവണ ഇങ്ങനെ ഉണ്ടാകുമ്പോഴും നാം അതിനെ വിധി എന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ദുരന്തമെന്നോ വിളിച്ച് സമാധാനിക്കാറുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമാണോ അതോ കൃത്യമായ ഭരണപരാജയമാണോ? ഇന്ത്യയിൽ വർഷങ്ങളായി ആരാധനാലയങ്ങളിലും രാഷ്ട്രീയ റാലികളിലും ഉത്സവങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നത്? ഇത്തരം അപകടങ്ങളെ കേവലം ഒരു ട്രാജഡി എന്ന് വിളിക്കുന്നതിലൂടെ അധികാരികൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈകഴുകുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവയെ ഭരണകൂട പരാജയങ്ങൾ എന്ന് തന്നെ വിളിക്കണം. ഒരു സ്ഥലത്ത് വലിയൊരു ജനക്കൂട്ടം ഒത്തുകൂടുമെന്ന് അധികാരികൾക്ക് മുൻകൂട്ടി അറിയാം. അവിടെ എത്ര പേർ വരുമെന്നോ ആ സ്ഥലത്തിന് ഉൾക്കൊള്ളാനുള്ള ശേഷി എത്രയാണെന്നോ കൃത്യമായി കണക്കാക്കേണ്ടതുണ്ട്. ഹാത്രാസിലെ സംഭവം എടുത്താൽ അനുവദിച്ചതിലും എത്രയോ ഇരട്ടി ആളുകളാണ് അവിടെ എത്തിയത്. പോലീസും പ്രാദേശിക ഭരണകൂടവും ഇത് മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടു. ക്രൗഡ് മാനേജ്മെന്റ് എന്നത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നത് സംഘാടകരുടെ താൽപ്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ ആണ്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളിലെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ മിക്ക അപകടങ്ങളും നടന്നിരിക്കുന്നത് മതപരമായ ചടങ്ങുകൾക്കിടയിലാണ്. 2005 വൈഷ്ണോ ദേവി ദുരന്തം, 2013 രത്തൻഗഡ് ക്ഷേത്രത്തിലെ അപകടം, ശബരിമലയിലെ പുല്ലുമേട് ദുരന്തം, പട്ടിക നീളുകയാണ്. ഈ ഓരോ സംഭവത്തിന് ശേഷവും അന്വേഷണ കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. അവർ കൃത്യമായ നിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളും സമർപ്പിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ ആ റിപ്പോർട്ടുകൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുന്നു. മുൻപ് നടന്ന തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മുടെ സിസ്റ്റം തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഒരു അപകടം നടന്നാൽ ഉടനെ ജനങ്ങളെ കുറ്റം പറയുന്ന രീതിയും കണ്ടുവരുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി ഓടിയതാണ് അപകട കാരണമെന്ന് അധികാരികൾ പറയും. എന്നാൽ ജനങ്ങൾ എന്തിനാണ് പരിഭ്രാന്തരാകുന്നത്? സുരക്ഷിതമായ പ്രവേശന കവാടങ്ങളും പുറത്തേക്കുള്ള വഴികളും ഇല്ലാത്തതാണ് പ്രധാന കാരണം. തിരക്ക് നിയന്ത്രിക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിലോ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കുന്നതിലോ ഉള്ള വീഴ്ചകൾ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു. ഹാത്രാസിലുണ്ടായതുപോലെയുള്ള VIP മൂവ്മെൻറ്റുകൾക്ക് വേണ്ടി സാധാരണ ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നതും വലിയ അപകടങ്ങൾക്ക് വഴിമരുന്നിടുന്നു. നമ്മുടെ ജനാധിപത്യത്തിൽ പൗരന്മാരുടെ ജീവന് എത്രത്തോളം വിലയുണ്ട് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത്തരം സംഭവങ്ങളെ ദൈവത്തിൻ്റെ വിധി എന്ന് വിളിച്ച് നിസ്സാരവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കണം. ഓരോ ദുരന്തത്തിനും പിന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും സംഘാടകരുമുണ്ട്. അവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകണം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാങ്കേതികവിദ്യയും ശാസ്ത്രീയ രീതികളും ഉപയോഗിക്കണം. ഡ്രോൺ നിരീക്ഷണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള തിരക്ക് നിയന്ത്രണം തുടങ്ങിയവ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിനാദ്യം വേണ്ടത് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. ഇനി ഒരു ജീവൻ പോലും തിക്കിലും തിരക്കിലും പൊലിയാതിരിക്കട്ടെ. ഇത്തരം ഭരണപരാജയങ്ങൾക്കെതിരെ നാം ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കണം. ഇത് വെറുമൊരു ദുരന്തമല്ല, മറിച്ച് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്.